ഏവർക്കും സോഷ്യൽ സയൻസ് പാഠശാലയിലേക്ക് സ്വാഗതം. 10ാം ക്ലാസ് സോഷ്യൽ സയൻസ് 1 പാഠപുസ്തകത്തിലെ ബ്രിട്ടീഷ് ചൂഷണവും ചെറുത്തുനിൽപ്പുകളും എന്ന അധ്യായത്തിൻ്റെ MCQ സ്റ്റേറ്റ്മെൻറ്റ് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ബേസ്ഡ് റിവിഷനാണിത്. ഈ അധ്യായത്തിൻ്റെ 2ാമത്തെ റിവിഷൻ ക്ലാസ്സാണിത്. ആദ്യത്തേത് കാണാത്തവർ അതും കൂടി കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു. ഏവർക്കും ക്ലാസ്സിലേക്ക് സ്വാഗതം. കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ ഡിസ്കസ് ചെയ്തത് ബ്രിട്ടീഷ് ചൂഷണത്തിന് എതിരെ നടന്ന കർഷക കലാപങ്ങളാണ്. ഈ വീഡിയോയിൽ പ്രധാനമായും നമ്മൾ നോക്കുന്നത് ബ്രിട്ടീഷ് ചൂഷണത്തിന് എതിരെ ഗോത്രവർഗക്കാർ നടത്തിയ സമരങ്ങളാണ്. സാന്താൾ കലാപം, കുറിച്യ കലാപം, പഹാരിയ കലാപം, കോൾ കലാപം, ഖാസി കലാപം, ഭീൽ കലാപം, മുണ്ട കലാപം എന്നിവയാണ് ബ്രിട്ടീഷ് കാലഘട്ടത്തിൽ ബ്രിട്ടീഷുകാർക്കെതിരെ ഇന്ത്യയിൽ നടന്ന ഗോത്രവർഗ മുന്നേറ്റങ്ങൾ. ഇവിടെ ചോദ്യം ശ്രദ്ധിക്കാം. താഴെ പറയുന്നവയിൽ ഗോത്രവർഗ കലാപമല്ലാത്തതേത്? ഉത്തരം ഏതായിരിക്കും? അതെ, ഉത്തരം ഓപ്ഷൻ ഡി, പഴശ്ശി കലാപം. സാന്താളുകൾ എന്ന ഗോത്രവിഭാഗം ജീവിച്ചിരുന്നത് രാജ്മഹൽ കുന്നുകളിലാണ്. ഈ കുന്ന്, രാജ്മഹൽ കുന്ന് എവിടെയൊക്കെയാണ് എന്നുള്ളതാണ് 2ാമത്തെ ചോദ്യം. രാജ്മഹൽ കുന്നുകൾ വ്യാപിച്ചു കിടക്കുന്ന സംസ്ഥാനം ഏത്? ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. അതായത് ഈ തന്നിരിക്കുന്നതിൽ 1, 2, 3. ഓപ്ഷൻ സി 1, 2, 3. ബംഗാൾ, ജാർഖണ്ഡ്, ബീഹാർ എന്നീ സംസ്ഥാനങ്ങളിലായിട്ടാണ് രാജ്മഹൽ കുന്നുകൾ സ്ഥിതി ചെയ്യുന്നത്. കരുത്തരും അധ്വാനശീലരും തനതായ സംസ്കാരമുള്ളവരുമായിരുന്നു സാന്താളുകൾ. ബ്രിട്ടീഷ് ആധിപത്യം സ്ഥാപിക്കപ്പെട്ടതോടുകൂടി സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമായി. സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും അവരുടെ ഭൂമി കൈയടക്കി റെയിൽവേ നിർമ്മാണത്തിന് വേണ്ടി സാന്താൾ ജനതയെ അടിമകളെപ്പോലെ ബ്രിട്ടീഷ് ഉദ്യോഗസ്ഥർ ജോലി ചെയ്യിപ്പിച്ചു. ഇങ്ങനെയൊക്കെ സാന്താൾമാരുടെ ജീവിതം ഗതിമുട്ടിയിരുന്നു. ഇതുമായി ബന്ധപ്പെട്ടാണ് അടുത്ത ചോദ്യമുള്ളത്. സാന്താൾ കലാപത്തെക്കുറിച്ച് തെറ്റായ പ്രസ്താവന ഏത്? എ, ബ്രിട്ടീഷ് ആധിപത്യം സാന്താൾ ജനതയുടെ ജീവിതത്തിൻ്റെ താളം നഷ്ടമാക്കി. ഉത്തരം ശരിയാണ്. ഓപ്ഷൻ ശരിയാണ്. ഓപ്ഷൻ ബി, സെമീന്ദാർമാരും കൊള്ളപ്പലിശക്കാരും സാന്താൾമാരുടെ ഭൂമി കയ്യേറി. അതും ശരിയാണ്. ഓപ്ഷൻ സി, 1855 ബ്രിട്ടീഷുകാർക്കെതിരെ സാന്താൾ ജനത ആയുധമെടുത്തു. അതും ശരിയാണ്. ഇവിടെ തെറ്റ് ഓപ്ഷൻ ഡി ആണ്. ബിർസ മുണ്ട എന്ന വ്യക്തിക്ക് സാന്താൾ കലാപവുമായി യാതൊരു ബന്ധവും ഇല്ല. ബ്രിട്ടീഷുകാരുടെ ചൂഷണത്തിനെതിരെ നടന്ന മറ്റൊരു ഗോത്ര കലാപമാണ് വയനാട്ടിലെ കുറിച്യ കലാപം. വയനാട്ടിലെ ഗോത്ര ജനതയായ കുറിച്യരും കുറുമ്പരുമാണ് ഈ കലാപം നടത്തിയത്. അത് ഏത് വർഷം ആണ് എന്നുള്ളതാണ് ഇവിടുത്തെ ക്വസ്റ്റ്യൻ നമ്പർ 4. കുറിച്യ കലാപം നടന്ന വർഷം ഓപ്ഷൻ ബി 1812. ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതും നികുതി പണമായി അടയ്ക്കാൻ ആവശ്യപ്പെട്ടതും നികുതി അടയ്ക്കാൻ കഴിയാത്തവരുടെ കൃഷിഭൂമി പിടിച്ചെടുത്തതുമാണ് ഈ കുറിച്യ കലാപത്തിലേക്ക് നയിച്ചത്. ഇതുമായി ബന്ധപ്പെട്ടാണ് 5ാമത്തെ ക്വസ്റ്റ്യൻ. ഇവിടെ ഉത്തരമായി വരുന്നത് ഓപ്ഷൻ എ ആണ്. 1812 കുറിച്യ കലാപത്തിന് കാരണമായത് ബ്രിട്ടീഷുകാർ അമിതമായി നികുതി ചുമത്തിയതും ആ നികുതി പണമായി അടയ്ക്കാൻ നിർബന്ധിച്ചതും പണമടയ്ക്കാത്തവരുടെ ഭൂമി പിടിച്ചെടുത്തതുമാണ്. വളരെ ശക്തമായ ഒരു മുന്നേറ്റമായിരുന്നു കുറിച്യ കലാപം. അതുകൊണ്ട് തന്നെയാണ് 1 മാസം കൂടി പിടിച്ചു നിൽക്കാൻ കഴിഞ്ഞെങ്കിൽ കലാപകാരികൾ രാജ്യം അവരുടെ നിയന്ത്രണത്തിലാക്കുമായിരുന്നു എന്ന് TH ബേബർ അഭിപ്രായപ്പെട്ടത്. ആരാണ് ഈ TH ബേബർ? ഇതിൻ്റെ ഉത്തരം ഓപ്ഷൻ സി, തലശ്ശേരിയിലെ സബ് കളക്ടറായിരുന്നു TH ബേബർ. കർഷക കലാപങ്ങൾക്ക് ശേഷം ടെക്സ്റ്റ് ബുക്കിൽ പ്രതിപാദിക്കുന്നത് ബ്രിട്ടീഷ് കാലത്തെ ഇന്ത്യൻ വ്യവസായങ്ങളുടെ തകർച്ചയെക്കുറിച്ചാണ്. അതുമായി ബന്ധപ്പെട്ട ഒരു പ്രധാനപ്പെട്ട ചോദ്യം പരിശോധിക്കാം. ബ്രിട്ടീഷ് കാലത്ത് ഇന്ത്യൻ തുണി വ്യവസായം തകരാൻ കാരണമായത് എന്ത്? ബ്രിട്ടീഷ് നയങ്ങൾ ഇന്ത്യൻ കരകൗശല വ്യവസായത്തെ പൂർണ്ണമായും നശിപ്പിച്ചു. യന്ത്രനിർമ്മിത ബ്രിട്ടീഷ് തുണിത്തരങ്ങൾ വൻതോതിൽ ഇന്ത്യയിലേക്ക് ഇറക്കുമതി ചെയ്ത് ഇന്ത്യൻ തുണി വ്യവസായത്തിൻ്റെ നട്ടെല്ലൊടിച്ചു. അപ്പോൾ ഇവിടെ ഓപ്ഷൻ സി ആണ് ശരിയായ ഉത്തരം.
ഗോത്രവർഗ കലാപങ്ങളിൽ പ്രധാനപ്പെട്ട ഒന്നാണ് മുണ്ട കലാപം. മുണ്ട കലാപം നടന്നത് ഏത് സംസ്ഥാനത്താണ് എന്നുള്ളതാണ് ഇവിടെ ചോദിച്ചിരിക്കുന്ന ചോദ്യം. ഉത്തരം ഓപ്ഷൻ ബി ജാർഖണ്ഡ്. ജാർഖണ്ഡിലാണ് മുണ്ട കലാപം നടക്കുന്നത്. അടുത്ത ചോദ്യം നോക്കാം. രാമൻ നമ്പി ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഉത്തരം ഓപ്ഷൻ ഡി കുറിച്യ കലാപം. കുറിച്യ കലാപത്തിൻ്റെ പ്രധാനപ്പെട്ട നേതാക്കന്മാരിൽ ഒരാളാണ് രാമൻ നമ്പി. അതുപോലെ തന്നെ സാന്താൾ കലാപത്തിൻ്റെ നേതാക്കന്മാരാണ് സിദ്ധവും കാനുവും. ഇവിടെ ചോദ്യവും അതാണ്, സിദ്ധവും കാനും ഏത് കലാപവുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? ഓപ്ഷൻ ഡി സാന്താൾ കലാപം. ഇന്നത്തെ വീഡിയോ ഏവർക്കും പ്രയോജനപ്രദമായി എന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോയിൽ നമ്മൾ ഈ ചാപ്റ്ററിൻ്റെ ബാക്കി തുടരുന്നതായിരിക്കും. 1857 മഹത്തായ വിപ്ലവത്തെക്കുറിച്ചാണ് അടുത്ത വീഡിയോയിൽ പറയാനുള്ളത്. ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ പരിചയക്കാർക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. താങ്ക് യു വെരി മച്ച് ഫോർ വാച്ചിങ് ദിസ് ക്ലാസ്. താങ്ക് യു.